നിന്നാണോ ജനാധിപത്യം പഠിക്കേണ്ടത്? പാർലമെന്ററി പ്രൊസീഡിംഗ്സ് പഠിക്കേണ്ടത് നിങ്ങളിൽ നിന്നാണ്. കുട്ടികൾ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വന്നു നിയമസഭ കാണാൻ. അവര് കണ്ടത് സ്പീക്കർ ആക്ഷേപിക്കുന്നതാ, സ്പീക്കർ മുഖം മറക്കുന്നതാ. ഇതാണോ പഠിക്കേണ്ടത്? ഇതാണോ ജനാധിപത്യം? നിങ്ങളെല്ലാം ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളാണ്. ഇതാണോ ജനാധിപത്യം? ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ 3-ാം ദിവസവും നിയമസഭ പ്രക്ഷുബ്ധം. വാച്ച് ആൻഡ് വാർഡും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ ഉന്തും തള്ളും. നടത്തളത്തിലിറങ്ങി ഭരണപക്ഷ അംഗങ്ങൾ. ദേവസ്വം മന്ത്രി രാജിവെക്കും വരെ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. ദേവസ്വം മന്ത്രി രാജിവെക്കുകയും ദേവസ്വം ബോർഡ് അംഗങ്ങളെ പുറത്താക്കുന്നതും വരെ ഞങ്ങൾ സഭയുമായി സഹകരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. പ്രതിപക്ഷ പ്രതിഷേധം അതിരുവിട്ടെന്ന് മുഖ്യമന്ത്രി. കുറ്റവാളികളെ സംരക്ഷിക്കില്ലെന്ന് പിണറായി വിജയൻ. ഞങ്ങൾ എല്ലാ കാലത്തും ഒരു തരത്തിലുള്ള കുറ്റവാളികളെയും സംരക്ഷിക്കാൻ നിന്നിട്ടില്ല. ആര് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയെടുക്കുന്ന രീതിയും ശീലവുമാണ് ഞങ്ങൾക്കുള്ളത്. സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ നടപടിയിലേക്ക് ദേവസ്വം ബോർഡ്. 2019 ശബരിമലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്യും. പെൻഷൻ തടഞ്ഞുവെക്കാനും നീക്കം. ഭൂട്ടാൻ വാഹനക്കടത്തിൽ കസ്റ്റംസിന് പിന്നാലെ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ. കോഴിക്കോട് ഉൾപ്പെടെ മറ്റിടങ്ങളിലും ED റെയ്ഡ്. പരിശോധന ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തൃശൂരിൽ ആംബുലൻസ് വൈകിയത് മൂലം ട്രെയിൻ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് റെയിൽവേ പോലീസ്. വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി SP. സംഭവത്തിൽ സഹയാത്രികരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കും. മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചത് ആദിവാസി യുവാവ് ശ്രീജിത്ത്. റെയിൽവേ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നില്ലെന്ന് ശ്രീജിത്തിന്റെ കുടുംബം. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് വില 90,000 രൂപ കടന്നു. 840 രൂപ കൂടി 90,320 രൂപയിലെത്തി. 1 ഗ്രാമിന്റെ വില 11,290 രൂപ. ഈജിപ്തിലെ ഗാസ സമാധാന ചർച്ചയിൽ ഉപാധി മുന്നോട്ട് വെച്ച് ഹമാസ്. സ്ഥിരമായി വെടിനിർത്തൽ വേണം. ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറണമെന്നും മരുന്നും ഭക്ഷണവും അനുവദിക്കണമെന്നും ആവശ്യം. ചർച്ചകളിൽ പ്രതീക്ഷയെന്ന് ഇസ്രായേൽ.